അങ്ങനെ ഋഷിയുടെ വീട്ടിൽ നിന്ന് വന്ന ഋഷിയുടെ അമ്മയും അതുപോലെ സഹോദരനും അതുപോലെ അൻസിബയുടെ ഉമ്മയും സഹോദരനും ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയിരിക്കുകയാണ്. അപ്പൊ അവരുടെ പെട്ടിയും സാധനങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടെ നിൽക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചു മുമ്പാണ് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾക്ക് പോകാനുള്ള സമയമായി, പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഇവർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാ ദിവസം എന്ന് തോന്നുന്നു. കാരണം രാവിലെ ഇങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് രാത്രിയാവുമ്പോൾ അവരിപ്പോ പോകും. രണ്ട് വീട്ടിൽ നിന്ന് വന്നവരും കണ്ടസ്റ്റൻസിനോടൊക്കെ വളരെയധികം കമ്പനി ആയിരുന്നു, നന്നായിട്ടിരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഒന്നിച്ച് കുറെ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് അർജുന്റെയും ശ്രീധുവിന്റെയും വീട്ടുകാരാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതും ഇതുപോലെ തന്നെയായിരിക്കും. രാവിലെ വന്നിട്ട് അവർ നൈറ്റ് ആകുമ്പോൾ പോകും. ഒക്കെ പോയതിനു ശേഷം അപ്പൊ ഋഷിയും അപ്സരയും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അൻസിബയും അപ്സരയും ഒക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഋഷിയും അപ്സരയും തമ്മിൽ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് ടാസ്കിന്റെ ഒരു രീതിയിൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീട്ടുകാർ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇനിയിപ്പോ വലിയ പ്രശ്നങ്ങൾ വേണ്ട എന്ന് വെച്ചായിരിക്കും ഇവരൊക്കെ കെട്ടിപ്പിടിച്ചതെന്ന് തോന്നുന്നു.